അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് മോഹങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയി സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കയറണമെന്ന് വിചാരിച്ച് പോയതല്ല, ഞങ്ങൾ ട്രക്കിങ്ങിന് പോയ സമയത്ത് ദേവു അജേഷൻ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോസ് ഉണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്ക് ഹൈറ്റ് പേടിയായതുകൊണ്ട് ഞാനൊരു ആഗ്രഹം മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. പക്ഷേ ശ്രീകുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കയറാൻ. അങ്ങനെ ഞങ്ങളെല്ലാം മാറ്റി വൈകിട്ടായി കഴിഞ്ഞാൽ എല്ലാവരോടും വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരത്തെ ഞാൻ നോക്കാറുണ്ട് ആരോങ്കിലും പെട്ടെന്ന് ഓടിപ്പോകുന്നു. അപ്പോൾ ഇവിടെ പോകുന്ന വെച്ചാൽ ഞങ്ങൾ സിപ്പ് ലൈനിൽ കയറാൻ പോകാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ ചാടി പുറപ്പെട്ടു പോയിട്ട് എന്ത് കണ്ടിട്ടാണ് പോയതെന്നൊന്നും എനിക്കറിയില്ല. ശ്രീകുട്ടിയൊക്കെ പക്ഷേ ഭയങ്കര കൂളായിരുന്നു. അവർക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പോകാൻ വേണ്ടി കയറി ബെൽറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ റീഫണ്ട് തരും, എന്നെ താഴെ ഇറക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു താഴെ ഇറക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇവിടം വരെ ഇതൊക്കെ വന്നിട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാതിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ. എന്തുമെങ്കിലും ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കണ്ണടച്ച് കയറിയിരുന്നു. പക്ഷേ അവിടുന്ന് പോകുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് പോയപ്പോൾ ആ ഒരു പോകുന്ന എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഈ വണ്ടർലയിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കൂവി അലച്ച് ബഹളം വെച്ചൊക്കെയാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ വന്ന എല്ലാവരും നല്ല കൂളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് മാത്രമേ കുറച്ച് നെർവസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിലിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നല്ല രസമായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. കണ്ണ് തുറന്ന് തന്നെ പിടിച്ചു. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞു കൈ ഇങ്ങനെ വിടർത്തിയൊക്കെ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല, പൊട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പോലെ അതിനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, അത്രയ്ക്കൊന്നും ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ന്യൂ ഇയർ ആയിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച, അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്തി എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാൻ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അമ്മയ്ക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഇവളിങ്ങനെ ചെയ്യൂ, ഇവളിങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ വണ്ടർലയിലൊക്കെ പോയപ്പോൾ അങ്ങ് അലച്ചു കൂവി ബഹളം വെച്ച് കണ്ണടച്ച്. എൻ്റെ പൊന്നെ, ഞാൻ ആ റൈഡിൻ്റെ മുകളിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാമരാമ തന്നെ പാടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഇത് ഞാൻ അടിപൊളിയായിട്ട് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു ബൺമസ്കയും ചായയും കുടിച്ചു കേട്ടോ, ഇറങ്ങി ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബൺമസ്കയും ചായയും കുടിച്ച് ഞാൻ വീട്ടിലുണ്ടാക്കി നമ്മൾ പാറുമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും നന്നായിരുന്നു. ഒരു ചേച്ചിയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വാഗമൺ ഡേയ്സ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.